ന്യൂസ് മലയാളം ഹലോ മലയാളത്തിൽ ലീഡേഴ്സ് മോർണിംഗിൻ്റെ സമയമാണ്. നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് മന്ത്രി വി അബ്ദുറഹ്മാനാണ്. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. രാവിലെ ഇന്നിപ്പോൾ നാട്ടിലാണെന്ന് തോന്നുന്നു അല്ലേ? രാവിലെ ഈ സമയത്ത് ഇത് ഇങ്ങനെ എന്താണ് അവിടെ അതിഥികളെ സ്വീകരിക്കുന്ന ഒരു സമയമാണോ, ആളുകളുടെ പരാതികൾ കേൾക്കുന്ന സമയമാണോ? എന്തിനാണ് ഈ സമയം വിനിയോഗിക്കുക സാധാരണ? അതെ, സാധാരണഗതിയിൽ ആളുകൾ എത്തുമല്ലോ ഈ സമയത്ത്. രാവിലെ മോർണിംഗ് വാക്ക് ഒക്കെ ഉണ്ടോ? ഇറങ്ങാൻ നിൽക്കുകയാണ്. എറണാകുളത്ത് ഒരു പ്രോഗ്രാമിന് പോകാൻ ഇവിടുത്തെ കയറി. തീർച്ചയായും ഈവനിങ് വാക്ക്. മോർണിംഗ് ഈവനിങ് വാക്കാണല്ലേ? നടക്കും. അതെ. അപ്പൊ ഇപ്പൊ ഇനിയിപ്പോ അവിടുന്ന് പുറപ്പെടാനിരിക്കുകയാണ് എറണാകുളത്തേക്കല്ലേ? അതെ. അപ്പോൾ തിരക്കിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായി നിൽക്കുന്ന ചില വിഷയങ്ങളിലേക്ക് കൂടി നമുക്ക് ഈ സമയത്ത് പോകാമെന്നാണ് കരുതുന്നത്. അതായത് ഈ വഖഫ് ഭേദഗതി ബില്ല് ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ വരികയാണല്ലോ. അക്കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ KCBC അടക്കം ആ ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന നിലപാടെടുത്തു. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് പോയ MP-മാരിൽ പലരും ആശങ്കയിലാണ്, സംശയത്തിലാണ് എന്നൊക്കെയാണ് ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്തകൾ. എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? ഈ ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങൾ വഖഫിനെ അംഗീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 1913 ഇന്ത്യയിലും ഈ വഖഫ് നിയമം വരുന്നത്. പിന്നീട് 1954 വഖഫിന് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള യൂണിയൻ ഗവൺമെൻറ് അതിൽ പുതിയ അമെൻമെൻറ്റ് വന്നു. ഇതിന് ശേഷമാണ് വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുക, അത് കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വഖഫ് സ്വത്തുക്കൾ നല്ല രീതിയിൽ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനും അതോടൊപ്പം തന്നെ ഈ പള്ളികൾ, ഖബർസ്ഥാനുകൾ പോലുള്ള ശ്മശാനം പോലുള്ള സംവിധാനങ്ങളിലൊക്കെ തന്നെ സ്വതന്ത്രമായിട്ട് അവർ അതിൻ്റെ നിയന്ത്രണം അതായത് മഹല്ലുകൾക്ക് നൽകുന്ന സംവിധാനമൊക്കെ ഉണ്ടായത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ വഖഫ് സ്വത്തുക്കൾ എന്നുള്ളത് നമ്മൾ കാണേണ്ടത്, ഇത് ആരെങ്കിലും സർക്കാരിൻ്റെ ഭൂമിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയോ ഒന്നും കൈയടക്കി വെച്ച ഭൂമി ഒന്നുമല്ല ഈ സ്വത്തുക്കൾ. അത് ഏതെങ്കിലും വിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തെങ്കിലേക്ക് സമർപ്പിക്കുന്നതാണ് ഈ ഭൂമി. പൂർണ്ണമായും സൗജന്യമായിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ദൈവത്തിലേക്ക് സമർപ്പിക്കുന്ന ഈ ഭൂമി എന്നുള്ളത് അത് സംരക്ഷിക്കുക എന്നുള്ളതാണ് വഖഫ് ബോർഡിൻ്റെ കടമ. ആ ഒരു സംവിധാനത്തിലേക്കാണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ആ ബില്ലാണ് വരാൻ പോകുന്നത്. ഇതിൽ നമ്മൾ കാണേണ്ടത് ആർട്ടിക്കിൾ 26 പ്രകാരമുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തിന് എതിരായിട്ടുള്ളൊരു ബില്ലായാണ് നമ്മളിതിനെ കാണുന്നത്. അതുകൊണ്ടാണ് മുഴുവൻ ജനങ്ങളും ഈ ബില്ലിനെ, പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ് ഈ ഒരു ബില്ലിനെ എതിർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അതിനാണ്. ജനങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഭരണഘടനാപരമായിട്ടുള്ള അടിസ്ഥാനമുള്ള ഒന്നാണ്. ആ ഒരു കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ നിയമം അതിൽ മാറ്റം വരുമ്പോൾ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. തീർച്ചയായും. ഇപ്പോൾ സമ്പൂർണ്ണമായും വിശ്വാസപരമായ ഒരു വിഷയം എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മൾ ഇതിനെ പരിഗണിക്കേണ്ടത്. പക്ഷേ അവിടെ ഇതര മതസ്ഥർക്കടക്കം ഇതിൽ ഈ വഖഫ് ബോർഡിൽ അംഗത്വം നൽകുന്നതോ അതല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണ ചുമതലയിലേക്ക് എത്തുന്നതോ ഒക്കെയായ നിർദ്ദേശങ്ങൾ തന്നെയാണുള്ളത്. ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ സാഹചര്യം നമുക്കറിയാം. ലോകത്തെ ഏറ്റവും അധികം മുസ്ലിങ്ങൾ അധിവസിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയായിട്ടും അതിൻ്റെ ആനുപാതികമായ പ്രാതിനിധ്യം ഒട്ടുമേ ഭരണതലത്തിലില്ല. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ചില നിയമ ഭേദഗതികൾ കൂടി കൊണ്ടുവരുമ്പോൾ കൂടുതൽ അരക്ഷിതരാണ് എന്ന ബോധമുണ്ടാക്കാനും രണ്ടാം തരം പൗരന്മാരാണ് എന്ന ബോധമുണ്ടാക്കാനുമല്ലേ സത്യത്തിൽ ഇത്തരം നടപടികൾ ഉപകരിക്കൂ? അതാണല്ലോ ഞാൻ പറഞ്ഞത്. ആർട്ടിക്കിൾ 26 ഏറ്റവും ലംഘനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് തന്നെയാണ്. ഇവിടെ അന്യമതസ്ഥർ എന്നതിലപ്പുറം ഈ ഭൂമി എന്നുള്ളത് ഏതെങ്കിലും കയ്യേറ്റ ഭൂമി അല്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ കളക്ടർമാർക്ക് ചാർജ് കൊടുക്കുക
എന്നുള്ളത് പറയുമ്പോൾ കേരളം പോലുള്ള സംസ്ഥാനത്തിൽ അത് നീതിപൂർവമായി നമുക്ക് സംരക്ഷിക്കാൻ കഴിയും, കേരളമോ തമിഴ്നാടോ ഒക്കെ ആണെങ്കിൽ. പക്ഷേ ഉള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തന്നെ ധാരാളം കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും കേസുകൾ വരികയാണെങ്കിൽ മുസ്ലിം ജനവിഭാഗങ്ങളെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർക്കും. ഇന്ന് സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കമാൻഡുണ്ട്, 60 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ ഉള്ളൊരു വിധി ഇന്നലെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗങ്ങളുടെ ഈ ഒരു അവകാശത്തെ എത്ര കണ്ട് സംരക്ഷിക്കാൻ ഈ നിയമം കൊണ്ട് കഴിയുമെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരം തന്നെ പറയാൻ കഴിയില്ല. കാരണം സംരക്ഷിക്കപ്പെടാൻ ഒരു സാധ്യതയുമില്ല. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭൂമിയായി പരിഗണിച്ച് ഏറ്റെടുക്കുക എന്നതിലപ്പുറം ഹൈദരാബാദ് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ലക്ഷക്കണക്കിന് വരുന്ന വഖഫ് ഭൂമി ഇപ്പോൾ തന്നെ കയ്യേറ്റം നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കയ്യേറ്റങ്ങൾ എന്നുള്ളത് സമൂഹത്തിൽ തന്നെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ഭൂമികൾ കയ്യേറുകളും അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കും, അത് വലിയ തോതിൽ വാടക കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണാൻ കഴിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെയാണ് ഇതിൽ നിന്നുള്ള സംരക്ഷണമാണ് വഖഫിലൂടെ മുമ്പ് ഈ ഗവൺമെൻറ്റുകൾ ആ കാലഘട്ടങ്ങളിലുള്ള ഗവൺമെൻറ്റുകൾ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നത്. ഇപ്പോൾ 95 ഭേദഗതി എന്നുള്ളത് വളരെ അടുത്ത കാലത്ത് വന്നൊരു ഭേദഗതിയാണ്. അതും ഈ വഖഫ് ബോർഡിനെ ശക്തിപ്പെടുത്തുന്ന ഒരു ഭേദഗതിയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നൽകിയിട്ടുള്ള ഇന്ത്യ രാജ്യം തന്നെയാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗത്തിനെ എതിർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഇതൊരു എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരിക്കലുമല്ല ഒരു നിയമമല്ല എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഇത് സംരക്ഷിക്കപ്പെടും എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ സാഹചര്യത്തിലേക്ക് വന്നാൽ ഇവിടെ ഇപ്പം മുനമ്പം സമരം, അവിടെ ഒരു ലാൻഡ് ഡിസ്പ്യൂട്ട് ഉണ്ട്. ആ ഒരു സമരം അവിടെ നടക്കുന്നുണ്ട്. ആ പ്രക്ഷോഭത്തിന് രാഷ്ട്രീയ പാർട്ടികളടക്കം മറ്റൊരു തരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കേരളം ഇതിനെ കാണുന്നത്, ഈ വഖഫ് ബില്ലിനെ തന്നെ കാണുന്നത്, വിലയിരുത്തുന്നത്, ചർച്ച ചെയ്യുന്നത് സമ്പൂർണ്ണമായും ഏതാണ്ട് മുനമ്പത്തിൽ കേന്ദ്രീകരിച്ചാണ്. അത് ശരിയായ ഒരു സംഗതിയാണോ? മാത്രമല്ല ഇപ്പോൾ KCBC അടക്കം സ്വീകരിച്ചിരിക്കുന്ന നിലപാടും ഈ ബില്ലിനെ പിന്തുണയ്ക്കണം എന്നതാണ്. അത് ഈ മുനമ്പമാണ് അതിൻ്റെ ഒരു അടിസ്ഥാനമായി വരുന്നത്. ഇത് അങ്ങനെ ഒരു താരതമ്യത്തിന് അർഹമായ സംഗതിയാണോ? ഇപ്പോൾ ഈ മുനമ്പം വിഷയമായി പറയുകയാണെങ്കിൽ ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ കൃത്യമായി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് മുൻപേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അത് തന്നെയാണ് നിലപാട്. അവിടെ ധാരാളം ആളുകൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. വഖഫ് ഭൂമിയിൽ എന്നുള്ള അവകാശം വന്നു കഴിഞ്ഞാൽ ആ അവകാശം കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയുകയില്ല. അതെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ അവിടെ നിരവധി ആളുകൾ ഇതിൽ ഇടപെടുകയും ധാരാളം ആളുകൾ അതിനെ ഒരു കച്ചവട ചരക്കാക്കി മാറ്റി അതിൽ നിന്ന് ലാഭം കൊയ്തു പോവുകയുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഫറൂഖ് കോളേജിന് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റാത്തൊരു സ്ഥലം കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അവിടെ. ഇപ്പോൾ അടുത്ത ദിവസം വന്ന ഒരു ഹൈക്കോടതി വിധിയിൽ തന്നെ വളരെ കൃത്യമായി അത് പറയുന്നുണ്ട് ഈ കാര്യം. ഇപ്പോൾ അടുത്ത ദിവസം വന്നു. ഇതിൽ ഗവൺമെൻറ് ഒരു കമ്മീഷനെ വെച്ച കാര്യമൊക്കെ തന്നെ നമുക്കൊക്കെ തന്നെ അറിയാം. ആ കമ്മീഷൻ്റെ പ്രവർത്തനം ശരിയല്ല, ആ കമ്മീഷൻ നിലനിൽക്കുന്നതല്ല എന്ന് ഹൈക്കോടതി പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു. വീണ്ടും നമ്മളെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സംരക്ഷണം എന്നുള്ളത്. അവിടെ നമ്മൾ കാണേണ്ടത് ഒരു മുനമ്പം മാത്രമല്ല ഇതിൻ്റെ പരിധിയിൽ വരുന്നത്. ഇന്ത്യയിലൊട്ടുക്കുള്ള ലക്ഷക്കണക്കിന് വരുന്ന ഏക്കറിൽ ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി KCBC പോലുള്ള സംഘടനകൾ കാര്യങ്ങൾ പഠിക്കാതെ പറയുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. താൽക്കാലികമായിട്ടുള്ള സംരക്ഷണം അത് കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് സെറ്റിൽ ചെയ്യാനാണല്ലോ ശ്രമിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത് ആ വഖഫ് നിയമത്തിൻ്റെ പരിധിയിൽ വന്നതുകൊണ്ടാണ് ഈ മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത്. ഇപ്പം ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ഒരു പ്രശ്നം മാത്രമല്ല ഇത്. വർഷങ്ങളായി ഈ മുനമ്പത്ത് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്, എത്രയോ വർഷമായി. ഇപ്പോൾ ബഹുമാനപ്പെട്ട PT ചാക്കോ കേരളത്തിൻ്റെ ആഭ്യന്തര മന്ത്രിയായിരുന്ന കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ അദ്ദേഹം തന്നെ നിയമസഭയിൽ ഇതുമായി നടത്തിയൊരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് കാണാൻ കഴിയും. അവിടെ അത് തർക്കഭൂമിയല്ല, അത് വഖഫ് എന്നുള്ള രീതിയിൽ അവിടെ മറ്റുള്ള കയ്യേറ്റങ്ങൾ അനുവദിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കേസ് എടുത്തിട്ടില്ല എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമ്മുടെ നിയമസഭാ രേഖകളിൽ എന്നുമുണ്ട്. അപ്പോൾ അതും ഇതുമായി ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല.
പക്ഷേ ഈ നിലവിലുള്ള ഒരു ഭേദഗതി വന്നാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭൂമി അവിടുത്തെ ആളുകൾ കൈമാറാൻ കഴിയില്ല. കാരണം രേഖയുള്ള വഖഫാണത്. രേഖയാണല്ലോ വഖഫ് കാലങ്ങളായി അത് കോടതിയിൽ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഈ നിയമത്തിലൊരു ഭേദഗതി വന്നതുകൊണ്ട് അവിടെ ഈ മുനമ്പത്തൊരു മാറ്റം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവിടെ കൃത്യമായി തന്നെ ആ കാര്യത്തിന് പരിഹാരമുണ്ടാവണം എന്ന് വിശ്വസിക്കുകയും നമ്മൾ ആഗ്രഹിക്കുന്നത്. എത്രയും പെട്ടെന്ന് മുനമ്പത്തെ പാവപ്പെട്ടവർ അങ്ങനെ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടാവണം. അതേസമയം വഖഫ് നിയമ ഭേദഗതി എന്നത്, വഖഫ് ബിൽ എന്നത് കൂടുതൽ സമഗ്രമായി പഠിക്കാനും ശ്രമിക്കണം. ഇപ്പോൾ ഇവിടുന്ന് പോയിരിക്കുന്ന MP-മാരിൽ പലർക്കും ഇപ്പോൾ ഇന്നലെ രാവിലെ UDF യോഗം ചേരുമ്പോൾ, ഇന്നലെ വൈകിട്ട് യോഗം ചേരുമ്പോൾ 9 MP-മാർക്ക് അതിൽ സംശയം പ്രകടിപ്പിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ ഇന്ന് പാർട്ടി കോൺഗ്രസിന് ഇടയ്ക്ക് MP-മാർ 4 പേർ അവിടെ എതിർത്ത് വോട്ട് ചെയ്യാൻ പോകും എന്നുള്ള വാർത്തകൾ വരുന്നു. എന്തായാലും വളരെ ഗൗരവത്തോടെ കേരളം ഈ വിഷയത്തെ കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരം. വളരെ നന്ദി ശ്രീ അബ്ദുറഹ്മാൻ മിനിസ്റ്റർ ഈ ഘട്ടത്തിൽ ഈ ഹലോ മലയാളത്തിൽ ഞങ്ങളോട് സഹകരിച്ചത്. ചെറിയൊരു സമയം നേതാക്കളുമായി സംസാരിക്കുക എന്നത് മാത്രമാണ് ഈ ഹലോ മലയാളത്തിൽ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ വളരെ നിർണായകമായ ചില കമൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുമുണ്ട്.